2026-27 അധ്യയന വർഷത്തിൽ PKMM ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഹാർദമായ സ്വാഗതം. പ്രിയമുള്ളവരെ, പുതിയ അധ്യയന വർഷത്തിൽ പുതിയൊരു വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള പ്രിയമുള്ള കുട്ടികൾക്ക് നാളെ ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷത്തിൽ ഏറ്റവും ഊഷ്മളമായ പഠനാന്തരീക്ഷവും ഏറ്റവും മികച്ച അക്കാദമിക പ്രവർത്തനങ്ങളും ഏറ്റവും മികച്ച പാഠ്യേതര പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് സമ്മാനിക്കാൻ PKMM തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ SLC പരീക്ഷ എഴുതി ഏറ്റവും മികച്ച വിജയശതമാനത്തോടുകൂടി ഏറ്റവും കൂടുതൽ A+ സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ വിദ്യാലയം ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ, അവരുടെ രക്ഷിതാക്കളുടെ, അവരെ ചേർത്ത് നിർത്തുന്ന അധ്യാപകരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിലും ഏറ്റവും മികച്ച വിജയശതമാനം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയത്തെ തന്നെയാണ്. നിങ്ങൾ നാളെ മുതൽ പഠനം ആരംഭിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ വിദ്യാലയത്തിലാണ്. നിങ്ങൾ പുതിയ ഒരു അന്തരീക്ഷത്തിൽ, പുതിയൊരു വിദ്യാലയത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് ഒരാശങ്കയുമില്ലാതെ നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന മികച്ചൊരു ടീം PKMM-നുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് PKMM-നെ ഏതൊരു അധ്യാപകരോടും, ഇവിടുത്തെ ഡെപ്യൂട്ടി HM-നോടും ക്ലസ്റ്റർ ഹെഡുമാരോടും QAC കൺവീനറോടും മാനേജറോടും HM-നോടും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയുമില്ല. നിങ്ങൾക്ക് ഏവർക്കും ഏത് സമയത്തും ഞങ്ങളുടെ സമീപത്തേക്ക് എപ്പോഴും കടന്നു വന്ന് കാര്യങ്ങൾ പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നും ഈ വിദ്യാലയത്തെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. നാളെ നിങ്ങൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുന്ന സമയത്ത് ഒരു പരീക്ഷ ഉണ്ടാകുമെന്നുള്ളത്. ആരും പേടിക്കേണ്ട, പേടിപ്പിക്കുന്ന പരീക്ഷയല്ല. നിങ്ങൾ എത്രത്തോളം കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നും നിങ്ങൾ എത്രമാത്രം പഠന പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നും ഞങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗം മാത്രമാണിത്. ആരും ആശങ്കയോടുകൂടി നാളെ സ്കൂളിലേക്ക് വരേണ്ടതില്ല. ഏറ്റവും സന്തോഷത്തോടുകൂടി സ്കൂളിലേക്ക് കടന്നു വരണം. നാളെ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം സ്കൂളിൽ ഉണ്ടായിരിക്കും. എല്ലാ വിദ്യാർത്ഥികളും ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ഒരു പാത്രവും കുടിവെള്ളവും കൊണ്ടുവരേണ്ടതാണ്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷവും ക്ലാസ് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ അപ്പോൾ അധ്യാപകർ അറിയിക്കുന്നതാണ്. അപ്പോൾ ഒരു നോട്ട് ബുക്ക്, ഒരു പേന, ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ മറക്കരുത്. ഇനി ആരെങ്കിലും യൂണിഫോം വാങ്ങിക്കാതിരിക്കുകയോ സ്കൂൾ ബസ്സിന് പൈസ അടയ്ക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കൗണ്ടറുകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ രക്ഷിതാക്കൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. നാളെ സ്കൂൾ ബസ് പ്രവർത്തനം രാവിലെ മുതൽ ഉണ്ടാകും. രാവിലെ സ്കൂളിലേക്ക് വരുമ്പോഴും സ്കൂൾ ബസ് ഉണ്ടായിരിക്കും. വൈകുന്നേരം തിരിച്ചു പോകുമ്പോഴും സ്കൂൾ ബസ്സിൻ്റെ സൗകര്യം നിങ്ങൾക്കുണ്ടായിരിക്കും. PKMM-ന്റെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മൾ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ കാണുന്നത് പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം എന്നതോടൊപ്പം ശുചിത്വ ക്യാമ്പയിൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിദ്യാലയത്തെ, നമ്മുടെ ക്ലാസ് മുറികളെ, നമ്മുടെ സ്കൂൾ പരിസരത്തെയൊക്കെ തന്നെ ഏറ്റവും മികച്ച പാരിസ്ഥിതിക സൗഹൃദ അന്തരീക്ഷമുള്ളതാക്കി മാറ്റാൻ നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടാവണം. പരമാവധി പ്ലാസ്റ്റിക്കുകൾ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് ഒഴിവാക്കണം. പരമാവധി കൊണ്ടുവരുന്നതൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളും നമ്മൾ ഒരുക്കേണ്ടതാണ്. അങ്ങനെ ഏറ്റവും മികച്ച രൂപത്തിൽ, ഏറ്റവും മികച്ച നിലവാരത്തിൽ, ഏറ്റവും മികച്ച രൂപത്തിൽ ഇവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങാൻ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ മുതൽ സ്കൂളിൻ്റെ ഭാഗമാകുന്ന നിങ്ങളെ ഒരിക്കൽ കൂടി PKMM-ലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.